സോഷ്യൽ മീഡിയയിൽ വൈറലായി വീണ്ടും നടി തൃഷ കൃഷ്ണൻ. ചെന്നൈ ഫോർട്ട് സെന്റ് ജോർജിൽ നടന്ന തമിഴ്നാട് സർക്കാരിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ തെന്നിന്ത്യൻ താരം തൃഷയുടെയും അമ്മയുടെയും വീഡിയോകളും ഫോട്ടോകളുമാണ് വൈറലാകുന്നത്. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പതാക ഉയർത്തുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വിജയിയുടെ മാതാപിതാക്കൾക്കൊപ്പം VIP വിഭാഗത്തിന് അനുവദിച്ച ആദ്യ നിരയിലാണ് തൃഷയും അമ്മയും ഇരുന്നത്. തൃഷയെ കൂടാതെ സിനിമാ രാഷ്ട്രീയ രംഗങ്ങളിലെ മറ്റ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം വിജയ് പങ്കെടുക്കുന്ന പ്രധാന ഔദ്യോഗിക ചടങ്ങുകളിൽ ഒന്നായിരുന്നു ഇത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് സെന്റ് ജോർജിൽ നടന്ന പരേഡിലും മറ്റ് ഔദ്യോഗിക പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. പരേഡിനിടെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗാലറിയിൽ ഇരുന്ന തന്റെ മാതാപിതാക്കളെയും നടി തൃഷയെയും നോക്കി വിജയ് സല്യൂട്ട് ചെയ്തു. ഉടനടി അവർ എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തിരികെ സല്യൂട്ട് ചെയ്യുന്ന രംഗങ്ങളും വൈറലാണ്. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചടങ്ങിലും തൃഷയും അമ്മയും വിജയിയുടെ മാതാപിതാക്കൾക്കൊപ്പം പങ്കെടുത്തിരുന്നു. എന്നാൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. നടന്റെ ഭാര്യ സംഗീതയെ പ്രതീക്ഷിച്ചവർക്ക് മുന്നിലേക്കാണ് തൃഷ എത്തിയത്. അതിനാൽ തന്നെ ആ അമർഷം ആരാധകരും തമിഴ്നാട് ജനതയും കമന്റുകളിലൂടെ തീർത്തു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാണ് വിജയും ഭാര്യയും വേർപിരിഞ്ഞതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മുതൽ തൃഷയ്ക്ക് വലിയ രീതിയിൽ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരുന്നുണ്ട്. വിജയ് പങ്കെടുക്കുന്ന ഇത്തരം പൊതുപരിപാടികളിൽ തൃഷയുടെ സാന്നിധ്യം പതിവാണ്. എന്നാൽ നടന്റെ ഭാര്യ സംഗീത സ്വർണലിംഗം നൽകിയ വിവാഹമോചന ഹർജി അടുത്തിടെ പിൻവലിച്ചിരുന്നു. അതിനാൽ തന്നെ ഇരുവരും വീണ്ടും ഒന്നിക്കാൻ പോവുകയാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു. വിജയിയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഇടപെട്ടതിനാലാണ് സംഗീത വിവാഹമോചനം എന്നതിൽ നിന്ന് പിന്മാറിയതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ചതിനാലാകാം വിവാഹമോചനം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് സംഗീത എത്തിയതെന്നും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഭാര്യയെയും മക്കളെയും വിജയ് കൊണ്ടുവരുമെന്നും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. സംഗീതയുടെ സ്ഥാനത്ത് തൃഷ പ്രത്യക്ഷപ്പെട്ടതോടെ എന്തുകൊണ്ടാണ് സംഗീത ഹർജി പിൻവലിച്ചതെന്ന സംശയവും ആരാധകരിൽ ഉയരുന്നുണ്ട്. അതേസമയം തൃഷയെ കണ്ടപ്പോൾ സൗഹൃദം പുതുക്കി എന്നല്ലാതെ വലിയ അടുപ്പം വിജയിയുടെ മാതാപിതാക്കൾ കാണിച്ചില്ലെന്ന തരത്തിലും പ്രേക്ഷകരിൽ നിന്നും കമന്റുകൾ ഉയരുന്നുണ്ട്. നടിയോട് വിജയിയുടെ മാതാപിതാക്കൾ അകലം പാലിച്ചു തുടങ്ങിയെന്നാണ് വീഡിയോ ഇഴകീറി പരിശോധിച്ചവർ കുറിച്ചത്. തൃഷയെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ വിജയ്ക്ക് വൻ വിമർശനം ലഭിക്കുന്നുണ്ട്. നേതൃത്വം എന്നത് അന്തസ്സും ഉത്തരവാദിത്വവും നിറഞ്ഞതാണ്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പൊതു പ്രാധാന്യം നൽകുമ്പോൾ അത് മുഖ്യമന്ത്രി വിജയിയുടെ നേതൃത്വത്തിന്റെ വിശ്വസ്തതയെയും പ്രതിച്ഛായയെയും ബാധിക്കുകയും സമൂഹത്തിന് ഒരു മോശം മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് ഒരാൾ മുഖ്യമന്ത്രിയെ വിമർശിച്ച് കുറിച്ചത്. പലരും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഫോട്ടോകളും വീഡിയോകളും പകർത്തുന്നുണ്ടെങ്കിലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ സ്ക്രീനിൽ കാണിക്കുന്നതിന് പകരം തൃഷയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് കുറിച്ചവരുമുണ്ട്. അടുത്തിടെ വിജയിയുടെ മകൻ ജേസൺ സഞ്ജയ് നൽകിയ അഭിമുഖത്തിൽ പിതാവിനെക്കുറിച്ച് വാചാലനായിരുന്നു. അതിനാൽ തന്നെ വിജയ്ക്കുള്ള നെഗറ്റീവ് ഇമേജിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു.